ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ലോക എന്ന് പറയുന്ന പടം തിയേറ്ററിൽ പോയി കണ്ടു. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല അടിപൊളിയായിട്ടുണ്ട്. മസ്റ്റായിട്ടും തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടം തന്നെയാണ് ലോക. മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിമാനം തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ടായിരിക്കും ഇന്ത്യയിൽ ഇന്ത്യൻ സിനിമയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു സൂപ്പർ വുമൺ ക്യാരക്ടറിലുള്ള ഒരു പടം. അതായത് നമ്മളെ ഹോളിവുഡിലൊക്കെ നമ്മൾ കണ്ടുവരുന്ന വണ്ടർ വുമൺ ആ ടൈപ്പിലൊക്കെ ഉള്ളൊരു പടം ആദ്യമായിട്ടായിരിക്കും ഇതിൽ വരുന്നത്. അത് കല്യാണി നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുമാത്രമല്ല, എനിക്ക് പടത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് നെസ്ലിനെയാണ്. നെസ്ലിൻ്റെ ക്യാരക്ടർ അടിപൊളിയായിട്ടുണ്ട്. അത് ഈ പടത്തിൽ ശരിക്കും നമ്മളെ ചിരിപ്പിക്കും. നല്ല മനസ്സറിഞ്ഞ് ചിരിക്കാൻ പറ്റിയ ഒരുപാട് സീനുകൾ ഈ പടത്തിലുണ്ട്. നെസ്ലിനാണ് അതിന് കറക്റ്റ് ആപ്റ്റ്. പിന്നെ സലീം കുമാറിൻ്റെ മോന് ചന്തു, എല്ലാവരും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എടുത്തു പറയേണ്ടത് എന്താ വെച്ചാൽ 2 ഗസ്റ്റ് റോളുകളുണ്ട്. അത് ക്യാമിയോ റോളുകൾ, രണ്ടും കലക്കനായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. അത് സർപ്രൈസ് തന്നെയാണ്. അത് തിയേറ്ററിൽ പോയി കാണുമ്പോൾ നമുക്ക് ശരിക്കും ഇഷ്ടപ്പെടും. എന്തായാലും മലയാള സിനിമേനെ വേറൊരു ലെവലിലേക്ക് എത്തിച്ചിട്ടാ ഈ പടം. സംഭവം സത്യത്തിൽ മൊത്തത്തിലൊരു പാൻ ഇന്ത്യ ലെവലിൽ ക്ലിക്കായി എന്നാണ് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള റേഞ്ച് ഉണ്ട് പടം. ഇപ്പോൾ നമ്മൾ ഈ ഇംഗ്ലീഷ് സൂപ്പർ ക്യാരക്ടേഴ്സുള്ള പടങ്ങളൊക്കെ നമ്മൾ ഭയങ്കരമായ രീതിയിൽ മാർവൽ ഫാൻസ് മറ്റേ ഫാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കരമായിട്ട് ആഘോഷിക്കുന്ന ആളുകളാണ്. അതേ സെയിം സംഭവം നമ്മുടെ ഭാഷയിലേക്ക് വരുമ്പോൾ നമ്മൾ പലതും അതിൻ്റെ ടെക്നിക്കൽ എററുകളും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് കീറി മുറിച്ച് അതിനെ ഇതാക്കലുണ്ട്. ലോജിക്കും മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാരെ നമ്മളവിടെ ചെയ്യുമ്പോൾ ലോജിക്കും, ചിലന്തി കടിച്ചിട്ട് സ്പൈഡർമാൻ ആകുമ്പോൾ അവിടെ ലോജിക്കില്ല. അപ്പോൾ അങ്ങനെ നോക്കുന്ന ആളുകളാണ് നമ്മൾ. അങ്ങനെ ലോജിക്കിൻ്റെ പിന്നാലെ പോവാതെ ഒരു ഫാൻറ്റസി മൂവി അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് 2-3 പാർട്ടുകൾ ഉണ്ടാവാനൊരു സാധ്യത കാണുന്നുണ്ട്. ഇപ്പോൾ ലോക അത് പാർട്ട് 1 ആണിപ്പോൾ ഈ ഇറങ്ങിയത്. അപ്പോൾ ഇതിൻ്റെ എല്ലാ പാർട്ടുകളും ഇതുപോലെ രസകരമായിട്ട് ചെയ്യാൻ പറ്റട്ടെ. നല്ലൊരു മൂവിയാണ്. മസ്റ്റായിട്ട് നിങ്ങൾ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ്. അധികം സിനിമേനെ കുറിച്ച് കീറി മുറിച്ച് പറയാൻ അതിനെ പറ്റിയിട്ട് വലിയ അറിവുള്ള ആളൊന്നല്ല. അപ്പോൾ നമ്മളൊരു സാധാരണ പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ തിയേറ്ററിൽ പോയി കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ട ചില കാര്യങ്ങൾ ഇവിടെ പറയുന്നു എന്നുള്ളൂ. എന്തായാലും പറ്റുകയാണ് വെച്ചാൽ ഫാമിലിയും കൂട്ടിയിട്ട് തന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു മൂവിയാണ് ലോക. മലയാളത്തിനെ സംബന്ധിച്ച് ഇതൊരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബെഞ്ച് മാർക്ക് തന്നെയാണ്. വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.